Hello, dear friends. Welcome back to Learning. Welcome back. Okay, last class we discussed about what is diesel cycle. So we have completed Carnot cycle, Otto cycle, and diesel cycle. Now we are doing some of the problems, some numericals in or Carnot cycle, Otto cycle, and diesel cycle. Actually, ബേസിക് മെക്കാനിക്കലില് കൂടുതലായിട്ടും നമുക്ക് പ്രോബ്ലംസ് ആണ് വരുന്നത്. ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ കൂടുതലായിട്ടും പ്രോബ്ലംസ് ആയിരിക്കും വരുന്നുണ്ടാവുക. പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ പറ്റിയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എസ് എ ഏരിയയിലൊക്കെ മേ ബി ഈ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കേണ്ടാവുക. അതല്ല ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലാണെന്നുണ്ടെങ്കിലും പ്രോബ്ലംസ് ധാരാളം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതില് കാർനോട്ട് സൈക്കിളിലെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഓക്കെ, കം ഓൺ. This is the first problem. The problem is based on Carnot cycle. ജസ്റ്റ് ഞാനൊരു പ്രോബ്ലം ഇപ്പൊ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ഈ പ്രോബ്ലം കിട്ടിയ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ, വർക്ക്ഔട്ട് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് നോക്കുക. അതിനുശേഷം ചാൻസ് ഇല്ല എന്ന് കാണുമ്പോൾ മാത്രം പ്രോബ്ലത്തിലേക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് കിടന്നാൽ മതി. അത് എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുക. സാധാരണ ചില ആളുകൾക്കൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ആണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തിങ്ക് ചെയ്യില്ല, ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് നമുക്ക് തന്നെ അതൊരു നെഗറ്റീവായിട്ടേ വരുള്ളൂ. അപ്പൊ ജസ്റ്റ് ആലോചിച്ച് കിട്ടുന്നുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിയാണെങ്കിൽ തെറ്റിക്കോട്ടെ, പക്ഷെ ചെയ്ത് നോക്കണം. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? A Carnot cycle works with adiabatic compression ratio of 5 and isothermal expansion ratio of 3. Compression ratio is 5 and expansion ratio is 2. The volume of air at the beginning of the isothermal expansion is 0.3 meter cube. Volume 0.3. If the maximum temperature is 550 Kelvin and pressure limited to is 21. Maximum pressure limited is 21 bars. Determine the minimum temperature in the cycle, thermal efficiency of the cycle, pressure at all salient points, and work done per cycle. Take gamma value is equal to 1.4. What is gamma? Okay, gamma means specific heat difference. Specific heat, not difference, specific heat ratio. Okay, specific heat in the ratio. Specific heat. Once again, no need of it. അടുത്ത സ്ലൈഡിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ. വാട്ട് ഇസ് ഗിവൺ? നോക്കും, കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ട്. കാർനോട്ട് സൈക്കിളിന്റെ കംപ്രഷൻ റേഷ്യോ. കാർനോട്ട് സൈക്കിളിന്റെ ഒരു ഗ്രാഫ് എങ്ങനെ വരികയെന്ന് അറിയില്ലേ? അപ്പോ കംപ്രഷൻ റേഷ്യോ ഉണ്ട്, എക്സ്പാൻഷൻ റേഷ്യോ ഉണ്ട്, അതേപോലെ വോളിയം ഉണ്ട്. ബിഗിനിങ് സ്റ്റേജിലുള്ള വോളിയം, ദാറ്റ് ഈസ് V1 നമുക്ക് തന്നിട്ടുണ്ട്. മാക്സിമം ടെമ്പറേച്ചർ ലിമിറ്റ്. കാർനോട്ട് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 2 ഐസോതെർമൽ പ്രോസസ് ആൻഡ് 2 അഡിയബാറ്റിക് പ്രോസസ് ആയിരിക്കും കാർനോട്ട് സൈക്കിളിൽ ഉണ്ടാവുക. സോ 2 ടെമ്പറേച്ചറേ ഉണ്ടായിരിക്കുള്ളൂ. മാക്സിമം ടെമ്പറേച്ചറും ഉണ്ടായിരിക്കും, മിനിമം ടെമ്പറേച്ചറും ഉണ്ടായിരിക്കും. 2 ടെമ്പറേച്ചേഴ്സേ ഈ ഒരു കാർനോട്ട് സൈക്കിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ എന്താണ്? ഫസ്റ്റ് പ്രഷർ ഈസ് 21 ബാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രഷർ P1 is equal to 21 ബാർ. അതേപോലെ തന്നെ അടുത്ത പ്രഷർ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്.
അതേപോലെ കാണാനുള്ളത് എന്താ മിനിമം ടെമ്പറേച്ചർ ആണ്. മാക്സിമം ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതിന്റെ മിനിമം ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഫിഷ്യൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഡൺ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, let's do the problem. Come on. So ഇവിടെ just given data ഇവിടെ എഴുതിയിരിക്കുന്നത്. First one is compression ratio, that is 5. Expansion ratio is 2. Then V1 value, first temperature, volume V1 equal to 0.3. Maximum temperature, maximum T1 T2 range T1 T2, that is 550. P1 starting pressure, that is 21 bar. അപ്പൊ നമുക്കറിയാം എന്തറിയാം, ഈ ഒരു ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. PV ഡയഗ്രാം, PV ഡയഗ്രത്തിലെ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരാറ്, നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. സ്റ്റാർട്ടിംഗ് വോളിയം V1 നമുക്കൊരു പർട്ടിക്കുലർ വാല്യൂ എടുക്കാം. അതിൽ നിന്ന് എന്താ സംഭവിക്കണ, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതിനുശേഷം അഡിയാബാറ്റിക് കംപ്രഷൻ ആണ്. അതേപോലെ ഐസോതെർമൽ കംപ്രഷൻ, then adiabatic compression. Okay, adiabatic compression. ഇതാണ് 1, 2, 3, 4. ഇത്രയും വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് പോയിന്റ് ഇട്ട് കാണിക്കാം. ഫസ്റ്റ് 1, 2, 3, 4 PV ഡയഗ്രത്തില്. അതേപോലെ തന്നെ TS ഡയഗ്രാം വരയ്ക്കാം. ഒരു സ്ക്വയർ ഷേപ്പ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. TS ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ one, 2, 3, 4. Right. Okay. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? That is minimum temperature difference. മിനിമം ടെമ്പറേച്ചർ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ആകെ നമുക്കുള്ളത് ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കംപ്രഷൻ റേഷ്യോയും പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ദാറ്റ്. അതുപോലെ എക്സ്പാൻഷൻ റേഷ്യോയും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് V4 by compression ratio V4 by V1 equal to എന്താണ്? 5. V4 by V1 equal to 5 ആണ്. അതേപോലെ തന്നെ എക്സ്പാൻഷൻ റേഷ്യോ എന്താണ്? എക്സ്പാൻഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ ഈ ഒരു പോർഷനിലല്ലേ, 1 to 2 സ്റ്റേജിലല്ലേ. സോ ദാറ്റ് ഈസ് V2 divided by
V2 divided by V1 equal to 2. Right. V2 divided by V1 is equal to 2. V4 divided by V1 equal to 5. We know that value of V1. V1 ന്റെ value എന്താണ്? V1 equal to 0.3 meter. Sorry, ഇവിടെ cube ആണ്. Sorry. 0.3. This is cube. Okay. V1 equal to 0.3 meter cube ആണ്. അങ്ങനെയാണെങ്കിൽ V4 എന്താ വരിക? V4 equal to 0.3 into 5. Correct? V4 equal to 0.3 into 5. What is the value? $1.5 വരും. 1.5. Okay. So, നമ്മുടെ ഈ അഡിയാബാറ്റിക് പ്രോസസ് എവിടെയാണ് വരുന്നത്? ഏതൊക്കെ സ്റ്റേജിലാണ് ഈ അഡിയാബാറ്റിക് പ്രോസസ് വരുന്നത്? 2 to 3. അതേപോലെ തന്നെ അഡിയാബാറ്റിക് പ്രോസസ് 1 to 4. ഈ ഒരു പ്രോസസ്സിലും 1 to 4, 4 to 1 1 to 4 അല്ല, 4 to 1, 4 to 1ലും 2 to 3യിലുമാണ് ഈ അഡിയാബാറ്റിക് പ്രോസസ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നമുക്ക് എഴുതാം. എന്താണ് അഡിയാബാറ്റിക് പ്രോസസ് വരുമ്പോ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ റേഷ്യോ ഈസ് ഈക്വൽ ടു വോളിയം റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. What? Temperature T. അടുത്ത സ്ലൈഡിലേക്ക് പോവാം അല്ലെ. Adiabatic process വളഞ്ഞു പോകുന്നു അല്ലെ. Adiabatic process adiabatic process 4 to 1. 4 to 1. അയ്യോ, ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര എഫക്റ്റ് വരില്ല. അതുകൊണ്ടാണ് എഴുതിയിട്ട് തന്നെ സോൾവ് ചെയ്യാന്ന് വിചാരിച്ചത്. പ്രോബ്ലം ആവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ അഡിയാബാറ്റിക് പ്രോസസ് ഇപ്പോൾ ടൈപ്പ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാലും മതി. പക്ഷെ അതൊരു എഫക്റ്റ് വരില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് എഴുതിയിട്ട് തന്നെ പോണത്. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് 4 to 1, that is T4 divided by T1 equal to എന്താ വരിക? അഡിയാബാറ്റിക് പ്രോസസ് V1 divided by V4 the whole raised to gamma minus 1. What is the value of gamma? Value of gamma equal to 1.4 given. Specific heat ratio. Okay, that is 1.4. So, V1 by V4, we know that V4
4 by V1 equal to 5 ആണ്. തന്നിട്ടുള്ളതാണ് നമുക്ക് compression ratio. So V1 by V5 is equal to 1 by 5, 1 by 5, the whole raised to 1.4 minus 1. 1.4 minus 1. Correct? Any doubt? Nothing. Just എന്താണ് ആ ഒരു compression ratio raised to gamma minus 1. Okay, adiabatic process ആയതുകൊണ്ട് മാത്രമാണിത്. So T4 equal to T4 equal to T4 equal to T4 equal to what? T1 value എന്തായിരുന്നു 550. Into 1 by 5 whole raised to 0.4. 0.4. Calculate you 550 into 1 by 5 whole raised to 0.4. എന്താ വരിക? Value is 288.9. Value is equal to, by calculation, 288.9. T4 value is equal to T4 അല്ലെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. .9. Any doubt? Okay. First question ഉള്ള ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Thermal efficiency of the cycle. Thermal efficiency of the Carnot cycle. എന്തായിരുന്നു thermal efficiency വരിക? Efficiency of Carnot cycle equal to efficiency of a Carnot cycle is equal to efficiency equal to 1 minus simple temperature difference value T3 അല്ലെങ്കിൽ T3 or T4 divided by T1 or T2. That is 1 minus minimum temperature divided by maximum temperature. Simple. That is equal to 1 minus T3 എന്താണ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തത്? 288.9 288.9 divided by D1 value is 550. 550. ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഈ ഒരു പ്രോബ്ലത്തിൽ കെൽവിനിലാണ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്. ഓക്കെ, മേ ബി ഫാരൻഹീറ്റിലാണെങ്കിലോ സെൽഷ്യസിലാണെന്നുണ്ടെങ്കിലോ വി വിൽ കൺവേർട്ട് ദാറ്റ് ഇൻ ടു കെൽവിൻ.
ഓക്കെ, കെൽവിനിൽ ഇട്ടിട്ട് മാത്രമേ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പാടുള്ളൂ. കെൽവിനിൽ ടെമ്പറേച്ചർ എപ്പോഴും കെൽവിൻ ആവണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. എല്ലാവർക്കും പറ്റുന്ന ഒരു വലിയ ബിഗ് മിസ്റ്റേക്ക് തന്നെയാണിത്. ഇവിടെ എനിക്കും പറ്റിയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഒരു പ്രാവശ്യം പറ്റിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് പറയണത്. കെൽവിനിൽ എനിക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലം മാർക്ക് 0. അങ്ങനെ ആവരുത്. ഓക്കെ, so calculate it. 1 minus 288.9 divided by 550. What is the value? Efficiency. Efficiency is equal to 0.47 0.47 അങ്ങനെ വരും. 47. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി എപ്പോഴും എങ്ങനെ പറയാ? എഫിഷ്യൻസി, വാട്ട് ഇസ് എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് 0.47 or 0.5 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മെഷീൻ തന്നിട്ട് ഇതിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് 0.47. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ, നോട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ, എനി എഞ്ചിനീയർ. നമ്മളൊരു മെഷീന്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കപ്പാസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഒരു വെഹിക്കിളിന്റെ ഒരു കപ്പാസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിലോ, അതിന്റെ ഒരു എഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ടെങ്കിലോ, നമ്മൾ എന്തിലാണ് റെപ്രസെന്റ് ചെയ്യുക? പെർസെന്റേജ്. പെർസെന്റേജ്. സോ ദിസ് ഇസ് കൺവേർട്ടഡ് ഇൻടു പെർസെന്റേജ്. ദാറ്റ് ഈസ് 47%. 47%. 47%. Right? Any doubt? Clear? Clear, everybody? Clear? Crystal clear? Okay, very good. Then move to next question. Okay, next one is pressure at all points. Okay, we know that ഈ ഒരു പ്രോസസ്സിൽ, ഈ ഒരു കാർനോട്ട് സൈക്കിൾ വർക്കിംഗ് ഏതൊക്കെ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമ്മൾ കണ്ടിട്ടുണ്ട് 2 ഐസോതെർമൽ പ്രോസസ്സും 2 അഡിയബാറ്റിക് പ്രോസസ്സും ആയിരിക്കും. TS ഡയഗ്രം വരച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും. കറക്റ്റ്, റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും ഇതിന്റെ ഒരു ഗ്രാഫ് വരുന്നത്. ഓക്കെ, TS ഇവിടെ PV എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോവും. 1 2 3 4. Oof. Yeah. ഇത് മതിയില്ലേ? 1 2 3 4. ഓക്കെ, 1 to 2 പ്രോസസ് ഈസ് ഐസോതെർമൽ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള എന്താണ് പ്രഷറിൽ ഇപ്പൊ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? P1 value is equal to P1 value equal to P1 equal to what? 21 bars. 21. Let's 21 bar. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയൊന്നും നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ പോർഷനിൽ വരുന്ന ഈ P1 നമുക്ക് ഗിവൺ ആണ്, P2 വാല്യൂ, P3 വാല്യൂ, P4 വാല്യൂ, ഈ 3 വാല്യൂസ് കൂടി കണ്ടുപിടിക്കണം. അതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഇസ് ഫസ്റ്റ് പ്രോസസ്? ഫസ്റ്റ് വൺ ഈസ് 1 to 2 is isothermal process. 1 to 2 is
isothermal. Isothermal process ആണെങ്കിൽ 1 to 2 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഐഡിയൽ ഇക്വേഷൻ എന്തായിരിക്കും? PV/T. So P1 V1 by T1 equal to P2 V2 by T2 ആണ്. ആ ഒരു ഇക്വേഷനില് T വാല്യൂ തെർമൽ പ്രോസസ് ആണ്, ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ T വാല്യൂ is equal to കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ P1 V1 equal to P2 V2 ആയിരിക്കും. P1 V1 equal to P2 V2. P2 V2. Okay. So we know that V2 by V1 equal to, എന്താണ് V2 by V1? V2 divided by V1 equal to, we know that is expansion ratio. 1 to 2 is expansion process, isothermal expansion process. 1 to 2 is isothermal expansion process. So V2 by V1 equal to expansion ratio, that is 2, given that it is 2. Okay. Expansion ratio is equal to 2 ആണെന്ന് അറിയാം. So P2 value is equal to P2 is equal to P1 into V1 by V2. V1 by V2. V1, correct. P2 is equal to P1 into V1 by V2. V2 by V1 is equal to 2, that is V1 by V2 is equal to 1 by 2 വരും. So 21 into 21നെ നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാം, എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 21 into 10⁵ ബാറിലാണ് തന്നിരിക്കുന്നത്. പ്രഷർ ഇൻ ബാറിലാണ് തന്നിരിക്കുന്നത്. Okay, pressure in bar, that is converted into Newton per meter square. So the value into pressure in bar into 10⁵. 10⁵. So 21 into 10⁵ into പിന്നെ എന്താ വരിക? ഈ ഒരു ഡിഫറൻസ് വരും. എന്താ വരിക? എക്സ്പാൻഷൻ റേഷ്യോ റിവേഴ്സ് വരും. So that is into 1 by 2. What is equal to, എന്താ വരിക? 21 divided by 2, that is 10.5. 10.5 into 10⁵. ബാറിൽ ഇട്ടിട്ട് ആരും പ്രോബ്ലം ചെയ്യാറില്ല. 10⁵. So P2 is equal to, ഇവിടേക്ക് കുറച്ചൊന്ന് മാറ്റി എഴുതാണേ. P2 is equal to P2 is equal to 10 point, ഇവിടെ പോയിന്റ് ഉണ്ട്, 10.5 bars. Bar. Bar. Okay. So P1 value is equal to 21 bars and P2 value is equal to 10.5 bars. Okay. Then we will have to calculate P3 and P4.
What is the P3 process? P3 to 4 process. 3 to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sorry 2 to 3 process. 3 to 4 isothermal ആണ്. 2 to 3 that is adiabatic expansion. Right. Adiabatic expansion ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം നമ്മള് വോളിയം ഡിഫറൻസ് വോളിയം പ്രഷർ ടെമ്പറേച്ചർ ഇക്വേഷൻ നോക്കാം. ഓക്കെ, അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അഡിയാബാറ്റിക് പ്രോസസ് ദാറ്റ് ഈസ് അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ PV raised to gamma is equal to constant. PV raised to gamma equal to constant for adiabatic process. For 2 to 3 is adiabatic process. For adiabatic process, ഇങ്ങനെ എഴുതിക്കോട്ടെ. അഡിയാബാറ്റിക് പ്രോസസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺസ്റ്റന്റ് എൻട്രോപ്പി ആണ്. അപ്പോൾ അതിന് ഡെൽറ്റ എസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അഡിയാബാറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എസ് ഈക്വൽ ടു 0 പ്രോസസ്. ഓക്കെ, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് എൻട്രോപ്പി ദാറ്റ് ഈസ് 0 ബിക്കോസ് എൻട്രോപ്പി വാല്യൂ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം PV raised to gamma is equal to constant ആയിരിക്കും. അപ്പൊ നമുക്കറിയാം P1 V1 raised to gamma equal to P2 V2 raised to gamma. അപ്പൊ എങ്ങനെയാണെങ്കിൽ V1 by V2 is equal to P1 by P2 P1 by P2 whole raised to one by gamma എന്ന് വരും. whole raised to 1 by gamma. Right? എത്തിക്കൂടെ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ജനറൽ ഇക്വേഷൻ നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ P1 V1 by T1 equal to P2 V2 by T2 ആണ്. അപ്പൊ ഇൻ ടേംസ് ഓഫ് V1 V2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു, ഇക്വേഷൻ നമ്മൾ നോക്കി വെച്ചിരുന്നു. T1 by T2 is equal to, ജനറൽ ആണ് പറയണത്, ഇവിടെയുള്ള കേസല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ P1 V1 എന്നുള്ളടത്ത് നമ്മള് P2 V2 അതേപോലെ ഇവിടെ P3 V3 എന്നായിരിക്കും കൊടുക്കേണ്ടത്. ജനറൽ ഇക്വേഷൻ ആയിട്ട് പറയാണ്. ജസ്റ്റ് T1 ഇവിടേക്ക് നോക്കണ്ട. ഓക്കെ, T1 by T2 is equal to what? V2 by V1 raised to gamma minus 1. Correct? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ V1 by V2 എന്നുള്ള ഈ ഒരു പോർഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പ്രഷർ വാല്യൂ നോക്കുക. P3 by P2 by ജനറൽ ഇവിടെ കയറിയിട്ട് ഇനി ഇതെന്താ ഇങ്ങനെ വന്ന് ഇവിടെ P3 അല്ലേ വരിക, 2 to 3 അല്ലേ സ്റ്റേജ് ഒന്നും പറയരുത്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ P2 by P1 equal to T2 by T1 the whole raised to gamma divided by, കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കളർ മാറ്റിയത്, ഗാമ മൈനസ് 1. ഒക്കെ പാടെ മിക്സ് ആവില്ലേ, കളർ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ കളർ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കളർ മാറ്റിയത്. ഓക്കെ, P2 by P1 equal to T2 by T1 in whole raised to gamma divided by gamma minus 1. So 2 to 3 സ്റ്റേജിൽ എന്തായിരിക്കും വരിക? 2 to 3 സ്റ്റേജിൽ 2 to 3 അഡിയബാറ്റിക് സ്റ്റേജ് ആണ്. നോക്കൂ, 2 to 3 സ്റ്റേജ് P3 by P3 by P2 is equal to T3 by T2 whole raised to gamma divided by gamma minus 1. What is the gamma value? Sorry, gamma minus 1. Gamma is equal to, wow, gamma value is equal to 1.4. 1.4. Okay. So P3 by P2 is equal to, P2 നമുക്ക് അറിയാം, what? P2 is equal to 10.5 bars ആണ്. Okay. So 10.5 into 10 raised to 5 into 10.5 into 10 raised to 5 into T3 value. What is T3? T3 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. T3 ഈക്വൽ ടു T4 ആണ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കെൽവിനിൽ തന്നെയാണ്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 288.9 പോട്ടെ. ഈ ഒരു പോർഷൻ ഇനി വേണ്ടല്ലോ. സ്ഥലത്തിന് വേണ്ടിയിട്ടാണ്. റൈറ്റ്, 288.9 divided by what? 550. T1 value is 550 Kelvin.
ഇങ്ങനെ ഒരു 5 കണ്ടിട്ടേ 550 550 raised to 1 gamma value is 1.4. 1.4 divided by gamma minus 1. 1.4 minus 1, that is 0.4. 0.4. Calculate it. What is the answer? Calculate it. 1 minute. That is 1.1 into 10 raised to 5. That is equal to 1.1 bar. 1.1 1.1 bar. That is T3 value. T3 calculate the next one. Very easy. രണ്ട് മെത്തേഡിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് V3 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് P1 V1 equal to P3 V3 equal to P4 V4 എന്ന് കണ്ടുപിടിച്ച് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് V1 അറിയാം, V2 അറിയാം, V3 കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വേറൊന്നും വേണ്ട, നമ്മള് 4 to 1 is adiabatic process എന്ന് കൺസിഡർ ചെയ്യാം. Okay, 4 to 1 is adiabatic process. So P4 divided by P1 is equal to T4 divided by T1. Same like this. നമ്മളിപ്പോ ഈ ഒരു 2 to 3 എടുത്ത പോലെ അടുത്തതിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 to 1 1 to 4 എന്ന് ഒരിക്കലും പറയരുത്. സോറി ഞാൻ ചെയ്ത 1 to 4 പറഞ്ഞാൽ അത് അങ്ങനെയല്ല പ്രോസസ് പോണത്. 4 to 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ വീണ്ടും പറഞ്ഞു 4 to 1 is adiabatic process. So P4 by P1 equal to T4 by T1 whole raised to gamma divided by gamma minus 1. Same ഈ ഇക്വേഷൻ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. Come on. P4 value. P4 കണ്ടുപിടിക്കാം അല്ലേ? P4 by P4 divided by P1 equal to, because of adiabatic process, ഇത് 4 to 1 is adiabatic process. Don't forget. P4 by P1 equal to T4 by T1 whole raised to gamma divided by gamma minus 1. Gamma divided by gamma minus 1. So P1 നമുക്കറിയാം എന്താണ് 21 bars. So P4 equal to P1 equal to 21 into T4 by T1. T4 value എന്താണ്? minimum temperature, that is 288.9.
288.9 divided by 550. 550 whole raised to gamma is 1.4 divided by 0.4. 1.4 means gamma minus 1 is equal to 1.4 minus 1, that is 0.4. Calculate it. 21 into 10 raised to 5. നമ്മൾ വേണ്ടതാണത് 21 into 10 raised to 5 കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. നത്തിങ് അതിലൊരു ഇത് വരുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഈ ബാറിലിട്ട് ഒരിക്കലും പ്രോബ്ലം ചെയ്യരുത്. എപ്പോഴും എന്താണ് 10 raised to 5. ഓക്കെ, കാരണം എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയിട്ടേ പ്രോബ്ലം ചെയ്യാവുള്ളൂ. What is the value of P4? P4 value. P4 is 21 into 10 raised to 5 into 288.9 divided by 550 whole raised to 1.4 divided by 0.4. What is the value? Calculate it. 2.2 bars. 2.2 bars. Okay. Any doubt? ഒന്നുകൂടി റെഫർ ചെയ്താൽ മതി. ഈ ഒരു പ്രോബ്ലം ഒട്ടും ശരിയാവില്ല തോന്നുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 times ഈ വീഡിയോ കണ്ടാൽ മതി. റൈറ്റ്. Next we need to calculate work done. What is work done? Work done is equal to heat supplied minus heat rejected. Work done is equal to heat supplied minus heat rejected. Okay. We know that heat supplied during the process 1 to 2 is equal to, we know that P1 isothermal process ആണെങ്കിൽ heat supplied equal to P1 V1 into log V2 by V1. ഇനി വേണ്ടല്ലോ. Log V2 by V1. Okay. Natural log ആണ് എടുക്കുന്നത്. That is equal to, എന്താ വരിക? P1 value is equal to 21. 21 into 10 raised to 5. 10 raised to 5 into V1 value. V1 given that one. Given V1 value is equal to 0.3 into log V2 നമുക്കറിയോ? V2 value. V2 by V1 is equal to 2 ആണ്. Expansion ratio V2 by V1 equal to 2 ആണ്. So V2 by V1 value നമ്മൾ just log 2 കൊടുത്താൽ മതി. V2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ V2 by V1 equal to 2 ആണെങ്കിൽ V1 0.3 ആണെങ്കിൽ V2 is equal to 0.6 ആയിരിക്കും. log 2 equal to, കാൽക്കുലേറ്റ് ചെയ്ത് എന്താ വരിക? heat supplied equal to എന്താ വരിക? 4.37
into 10 raised to 5 വരും. 10 raised to 5. ഇത് അത്രയും ജൂൾസിലായി. ജൂൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ കിലോ ജൂൾ ആക്കി എഴുതാം. സോ ദാറ്റ് ഈസ് 437 kilojoule. 437 kilojoule. Right. Next, heat rejection. What is the heat rejected during isothermal process? എന്താ വരിക? heat rejected isothermal process ആയതുകൊണ്ട് നമുക്ക് എഴുതാം P3 3 to 4 ലല്ലേ, P3 V3 into log what? Log V4 divided by V3. V4 divided by V3 വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? V3 വാല്യൂ നമുക്ക് അറിയില്ല. We know that V2 by V1, that is expansion ratio, is equal to compression ratio ആണെന്ന് നമുക്കറിയാം. ഓക്കെ, expansion isothermal expansion ratio is equal to isothermal compression ratio ആണ്. expansion ratio എന്താ വരുന്നത്? V2 divided by V1 equal to isothermal compression. V3 divided by V4. Right? Okay. That is എന്തായിരിക്കും വരിക? Implies V4 divided by V3 equal to V4 divided by V3 is equal to 1 by 2. 1 by 2. V4 divided by V3 is equal to 1 by 2. So, heat rejection എന്തായിരിക്കും വരിക? ഇവിടെ heat rejected കാണുമ്പോൾ P3 V3 log V4 by V3 or P4 V4 log V4 by V3 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ നമുക്കറിയാം? P4 വാല്യൂ എന്താണ്? P4 value is equal to 2.2 into 10 raised to 5 into, what is V4? Compression ratio വെച്ചിട്ട് നമുക്കറിയാം V4 divided by V1 is equal to 5. അപ്പോൾ V4 equal to 5, that is compression ratio. 5 into V1 value, that is 0.3. അപ്പൊ ഇതിന് ജസ്റ്റ് V4 ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ V3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. സോ 5 into 0.3. കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് V4 divided by V1 equal to compression ratio, that is equal to 5 എന്ന്, that is given. Okay, so V4 equal to V1 into compression ratio, that is 5 into 0.3 into log 1 by 2 വരും. V4 by V3 is equal to V1 by V2 വരും, that is 1 by 2. That is equal to നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഇതിന് വരിക. നെഗറ്റീവ്
228. 228.74. 228.74. നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യണത് നെഗറ്റീവ് ആയിട്ട് വരുമോ? ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ ഹീറ്റ് എപ്പോഴെങ്കിലും നെഗറ്റീവ് വാല്യൂ വരുമോ? നെവർ. ഹീറ്റ് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആയിട്ട് വരുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഇത് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണത് റിജക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ഹീറ്റ് റിജക്ഷൻ. സോ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ് equal to 228.74. That അത്രയും kilojoule. 74 kilojoule. Okay. ജൂളിലായിരിക്കും ഇതിന്റെ വാല്യൂ വരിക. അതിന് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. അപ്പോ 10⁻³ ആവുമ്പോൾ കിലോ ജൂളിലേക്ക് ആവും. സോറി, ഇത് ജൂളിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇൻറ്റു അല്ല, ഡിവൈഡഡ് ബൈ 10⁻³ ചെയ്തിട്ടുണ്ടെങ്കിൽ കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. സോ ഹീറ്റ് സപ്ലൈ കിട്ടി, ഹീറ്റ് റിജക്റ്റഡ് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ. വാട്ട് ഈസ് വർക്ക് ഡൺ? What is the heat supply value? Heat supply value. Heat supply is equal to 437 kilojoule. 437 divided by. ഇപ്പൊ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? Heat rejected equal to 228. 228.74. That is equal to, എത്ര വരിക? കാൽക്കുലേറ്റ് ചെയ്യൂ. 437 minus 228.74 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ equal to 208 വരും. 208.26 kilojoule. That is the answer. Okay. 438.26 kilojoule is work done equal to 208.26 kilojoule. Okay. Then we will wind up today's class. Thank you.